Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Kalhandi by Jagannath Prasad Das, FIUGP, VEC, Semester 4, Commerce and Management under Calicut University. The poem Kalhandi is a powerful criticism of poverty, hunger and neglect by society and the government. കാൽഹണ്ടി എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഒഡീഷ ഡിസ്ട്രിക്റ്റിലെ ഒരു പ്ലേസാണ് കാൽഹണ്ടി എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി, വിശപ്പ്, അതുപോലെ അവരുടെ ശോചനീയാവസ്ഥ, ഇതിനെതിരെ അവിടുത്തെ ഗവൺമെൻറ്റും സമൂഹമൊക്കെ അവരെ അവോയ്ഡ് ചെയ്യുകയാണ്, അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ് കാലഹണ്ടി എന്ന് പറയുന്നത്. It is based on the real crisis in the Kalhandi district of Odisha, which became known in the late 20th century for starvation, deaths and malnutrition. അപ്പോൾ ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ലേറ്റ് 20th സെഞ്ച്വറിയിൽ സ്റ്റാർവേഷൻ, പട്ടിണി മൂലവും പോഷകാഹാരക്കുറവ് മൂലമൊക്കെ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. ഒഡീഷ ഡിസ്ട്രിക്റ്റിലെ കാലഹണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് ഈ ഒരു ക്രൈസിസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള കവിതയാണിത്, കാൽഹണ്ടി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. കാൽഹണ്ടി. Put away the road maps now. To go there, you do not need helicopters anymore. Wherever there is hunger, there is Kalhandi is. Put away the road maps now. റോഡ് ഭൂപടങ്ങൾ ഇപ്പോൾ മാറ്റി വെക്കൂ. ടു ഗോ ദർ യു ഡു നോട്ട് നീഡ് ഹെലികോപ്റ്റേഴ്സ് എനിമോർ. അവിടേക്ക് പോകാൻ ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമില്ല. വെറെവർ ദർ ഈസ് ഹങ്കർ ദർ ഈസ് കാൽഹണ്ടി. എവിടെയാണോ വിശപ്പുള്ളത് അവിടെ കാൽഹണ്ടി ഉണ്ട്. The god of rain turned away his face. There was not one green leaf left on the trees for supper. The whole village a graveyard. Cracked down drab river sand, all the plants failed. The poverty line reduced further. The god of rain turned away his face. മഴദൈവം മുഖം തിരിച്ചു. There was not one green leaf left on the trees for supper. ഒരു പച്ചില പോലും ബാക്കിയില്ല അത്താഴത്തിന് മരങ്ങളിൽ. The whole village a graveyard. ആ ഒരു വില്ലേജ് മുഴുവൻ ഒരു ശ്മശാനമായിട്ട് മാറി. Cracked ground, drab river sand. വിണ്ടുകീറിയ ഭൂമി, മങ്ങിയ നദീമണൽ. ഓൾ ദ പ്ലാൻസ് ഫെയിൽഡ്. ദ പോവർട്ടി ലൈൻ റെഡ്യൂസ്ഡ് ഫർദർ. എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടു. ദാരിദ്ര്യരേഖ വീണ്ടും താഴേക്ക് പോയി. വേറെവർ യു സ്റ്റേ ദർ കാൽഹണ്ടി ഈസ്. നിങ്ങൾ എവിടേക്ക് നോക്കിയാലും അവിടെ കാൽഹണ്ടിയുണ്ട്. ഇൻ ദ സങ്കൺ ഐസ് ഓഫ് ലിവിങ് സ്കെൽറ്റൺസ്, ഇൻ റാക്സ് വിച്ച് ഡു നോട്ട് കവർ ദ ഫ്രൈൽ ബോഡീസ്, ഇൻ ദ യൂട്ടൻസിൽസ് pond of food, in the crumbling huts with untouched roofs, in the exclusive prosperity of having on to earthen pots. In the sunken eyes of living skeletons, ജീവിക്കുന്ന അസ്ഥികൂടങ്ങളുടെ കുഴിഞ്ഞ കണ്ണുകളിൽ അവിടെ എന്തുണ്ട്? കാലഹണ്ടി ഉണ്ട്. ഇൻ റാക്സ് വിച്ച് ഡു നോട്ട് കവർ ദ ഫ്രൈൽ ബോഡീസ്, മെലിഞ്ഞ ശരീരങ്ങളെ മറക്കാത്ത കീറത്തുണികളിൽ. In tracks which do not cover the frail bodies, in the utensils pond of for food, in the crumbling huts with unthatched roofs, in the exclusive prosperity of having on to earthen pots. ഭക്ഷണത്തിനായി പണയം വെച്ച പാത്രങ്ങളിൽ, മേൽക്കൂരമേയാത്ത തകർന്ന കുടിലുകളിൽ, 2 മൺകുടങ്ങൾ മാത്രം സ്വന്തമായിട്ടുള്ള ആ പ്രത്യേക സമ്പന്നതയിൽ ഇവിടേക്ക് എന്തുണ്ട്? കാൽഹണ്ടിയുണ്ട്. Kalhandi is there everywhere, in the gathering of famished crowds, before charity kitchens, in marketplaces where children are auctioned off, in the sights of young girls sold to brothels, in the silent procession of helpless people leaving their hearth and home. Kalhandi is there everywhere. Kalhandi എല്ലായിടത്തും ഉണ്ട്. In the gathering of famished crowds before charity kitchens, സൗജന്യ ഭക്ഷണശാലകൾക്ക് മുമ്പിൽ തടിച്ചുകൂടിയ പട്ടിണിക്കാരിൽ കാൽഹണ്ടി ഉണ്ട്. ഇൻ മാർക്കറ്റ് പ്ലേസസ് വേർ ചിൽഡ്രൻ ആർ ഓപ്ഷൻഡ് ഓഫ്, കുട്ടികളെ ലേലം വിളിക്കുന്ന ചന്തകളിൽ കാൽഹണ്ടി ഉണ്ട്. ഇൻ ദ സൈസ് ഓഫ് യങ് ഗേൾസ് സോൾഡ് ടു ബ്രോത്തൽസ്, വേശ്യാലയങ്ങളിലേക്ക് വിൽക്കപ്പെട്ട പെൺകുട്ടികളുടെ നെടുവീർപ്പുകളിൽ. ഇൻ ദ സൈലൻറ്റ് പ്രൊസഷൻ ഓഫ് ഹെൽപ്ലെസ് പീപ്പിൾ ലിവിങ് ദ ഹാർത്ത് ആൻഡ് ഹോം, വീടും നാടും ഉപേക്ഷിച്ച് പോകുന്ന നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ നിശബ്ദ ഘോഷയാത്രയിൽ ഒക്കെ എന്തുണ്ട്? കാൽഹണ്ടി ഉണ്ട്.
Come, look at Kalahandi closer in the crocodile tears of false press statements, in the exaggerated statistics of computer printouts, in the cheap sympathies doled out at conferences, and in the false assurances presented by planners. Come, വരൂ. ലുക്ക് അറ്റ് കാലഹണ്ടി ക്ലോസർ. കാലഹണ്ടിയെക്കുറിച്ച് കുറച്ചുകൂടി അടുത്ത് കാണൂ. In the crocodile tears of false press statements, in the exaggerated statistics of computer printouts, in the cheap sympathies doled out at conferences, and in the false assurances presented by planners. അതായത് വ്യാജ പത്രക്കുറിപ്പുകളിലെ മുതലക്കണ്ണീരിൽ, കമ്പ്യൂട്ടർ പ്രിൻ്റ് പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകളിൽ, സമ്മേളനങ്ങളിൽ വിളമ്പുന്ന വില കുറഞ്ഞ സഹതാപങ്ങളിൽ, ആസൂത്രകൾ നൽകുന്ന പൊള്ളയായ ഉറപ്പുകളിൽ ഇവിടേക്ക് എന്ത് നമുക്ക് കാണാൻ കഴിയും? കാലഹണ്ടിനെ നമുക്ക് കാണാൻ കഴിയും. കാലഹണ്ടി ഈസ് വെരി ക്ലോസ് ടു അസ്. കാലഹണ്ടി നമ്മളെ അടുത്താണ്. In the occasional contribution of our souls, in the unexpected nagging of conscience, in the rare repentance, in empathy, in the nightmares appearing thou through sound sleep, in disease, in hunger, in helplessness, in the object fear of an impending bloodshed. എല്ലായിടത്തും കാലഹണ്ടിയുണ്ട്. കാലഹണ്ടി നമുക്ക് വളരെ അടുത്താണ്. നമ്മുടെ ആത്മാവിൻ്റെ വല്ലപ്പോഴുമുള്ള സംഭാവനകളിൽ, മനസാക്ഷിയുടെ അപ്രതീക്ഷിതമായ കുറ്റപ്പെടുത്തലുകളിൽ, സഹാനുഭൂതിയിലുള്ള അപൂർവമായ പശ്ചാത്താപത്തിൽ, അതുപോലെ ഗാഠനിദ്രയിൽ പ്രത്യക്ഷപ്പെടുന്ന പേടി സ്വപ്നങ്ങളിൽ, രോഗത്തിൽ, വിശപ്പിൽ, നിസ്സഹായതയിൽ, അടുത്തെത്തിയ രക്തച്ചൊരിച്ചിലിൻ്റെ കടുത്ത ഭയത്തിൽ, ഇവിടേക്ക് കാലഹണ്ടിനെ നമുക്ക് കാണാൻ കഴിയും. How could we then walk into the celebrated portals of 20th century leaving Kalahandi behind? പിന്നെ എങ്ങനെ നമുക്ക് കാലഹണ്ടിയെ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിൻ്റെ ആഘോഷിക്കപ്പെടുന്ന കവാടങ്ങളിലേക്ക് നമുക്ക് നടക്കാനാകും? Then summary of Kalahandi. Jagannath Prasad Das poem Kalahandi is a powerful portrayal of poverty, hunger and human neglect. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു പോവർട്ടി, ഹങ്കർ, ഹ്യൂമൻ നെഗ്ലക്റ്റ്, മനുഷ്യരെ പട്ടിണി ആയിട്ടുള്ള ആളുകളെ അവഗണിക്കുന്ന, ഗവൺമെൻറ്റും സമൂഹമൊക്കെ അവഗണിക്കുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ജഗന്നാഥ് പ്രസാദ് ദാസിൻ്റെ ഈ ഒരു പവർഫുള്ളായിട്ടുള്ള കവിത കാലഹണ്ടി എന്ന് പറയുന്നത്. The poem takes inspiration from the real-life tragedy of the Kalahandi district in Odisha, which became widely known for famine, starvation deaths and malnutrition in the late 20th century. അപ്പോൾ ലേറ്റ് 20th centuryയിൽ ഒരുപാട് പട്ടിണി മരണങ്ങൾ, പോഷകാഹാരക്കുറവ് മൂലം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു യഥാർത്ഥ സംഭവമായിരുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. കാലഹണ്ടി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് കാലഹണ്ടി എന്ന് പറയുന്നത്. That transformed Kalahandi from a mere geographical place into a symbol of all human suffering caused by inequality, exploitation and apathy. അപ്പോൾ നമ്മുടെ പോയറ്റ് ഈ ഒരു കാലഹണ്ടി എന്ന് പറഞ്ഞത് ഒരു ജോഗ്രഫിക്കൽ പ്ലേസിനെ മാറ്റിയിട്ട് ഹ്യൂമൻ സഫറിങ്ങിൻ്റെ, അതായത് ഇനീക്വാലിറ്റി, തുല്യതയില്ലായ്മ, അതുപോലെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ട് ഈ ഒരു കാലഹണ്ടിനെ മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജോഗ്രഫിക്കൽ പ്ലേസ് എന്നുള്ളതിന് ഉപരിയായിട്ട്. The poem begins with a striking comment, but put away the road maps now, which urges readers to stop seeing Kalahandi as a distant location. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ ഒരു കമാൻഡിലൂടെയാണ്, അതായത് ഒരു നിർദ്ദേശത്തിലൂടെയാണ്. പുട്ട് അവേ ദ റോഡ് മാപ്സ് നൗ, അതായത് റോഡ് മാപ്പിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വെക്കൂ. വിച്ച് urges readers to stop seeing Kalahandi as a distant location. അപ്പോൾ ഇത് റീഡേഴ്സിനെ, വായനക്കാരോട് പറയണം, കാലഹണ്ടി എന്ന് പറയുന്നത് ദൂരെയല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ് കാണിക്കാനാണ് ഇത് പറയുന്നത്. The poet says we no longer need helicopters or maps to reach it because wherever there is hunger there Kalahandi is. അതുപോലെ നമ്മുടെ കവി പറയുന്നുണ്ട്, ഈ ഒരു കാലഹണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ ഹെലികോപ്റ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്ര ഡിസ്റ്റൻറ്റിലല്ല, നമ്മൾ അടുത്ത് തന്നെയുണ്ട്. കാലഹണ്ടി എല്ലായിടത്തും ഉണ്ട്, എവിടെയാണോ പട്ടിണി ഉള്ളത് അവിടേക്ക് കാലഹണ്ടി ഉണ്ട്. The line universalizes the image of Kalahandi, making it a metaphor for deprivation and misery found everywhere in the world. അപ്പോൾ ഈ ഒരു കവിത കാലഹണ്ടിയുടെ ആ ഒരു ഇമേജ് യൂണിവേഴ്സലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് എവിടേക്കാണോ പട്ടിണിയും പരിഭവവും ബുദ്ധിമുട്ടുകളുള്ളത്, സഫറിങ്സ് ഉള്ളത്, ദുഃഖങ്ങൾ എവിടെയാണുള്ളത്, ലോകത്ത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് കാലഹണ്ടി ഉണ്ടെന്ന് പറയണം.
Through vivid imagery, thus paints a heartbreaking picture of drought and starvation. The god of rain turns away his face, the ground cracks, and the entire village becomes a graveyard. ഒരുപാട് വിവിഡ് ഒരുപാട് ഇമാജറി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഇമാജറിയിലൂടെ നമ്മുടെ കവി ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വരൾച്ച, അതുപോലെ പട്ടിണി ഒക്കെയുള്ള ഒരു പിക്ചർ ഇതിൽ നൽകുന്നുണ്ട്. അതായത് ഗോഡ് ഓഫ് റെയിൻ പോലും ഇവർക്ക് മുമ്പിൽ മുഖം തിരിച്ചു, മഴ പെയ്യുന്നതിൽ നിന്ന് മുഖം തിരിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഗ്രൗണ്ടൊക്കെ വിണ്ട് കീറി ആ എൻ്റയർ വില്ലേജ് ഒരു ഗ്രേവ്യാർഡായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. പ്ലാൻസ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഒഫീഷ്യൽസ് ഹാവ് ഫെയിൽഡ് ആൻഡ് പോവർട്ടി ലൈൻ കീപ്സ് മൂവിങ് ഫർദർ എവേ. ഗവൺമെൻറ്റും ഒഫീഷ്യൽസൊക്കെ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി, പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. അതൊന്നും അവർ നടപ്പിലാക്കിയില്ല. അതൊക്കെ വെറും അതായത് വാക്കുകളിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പോവർട്ടി ലൈൻ പിന്നെയും താഴോട്ട് തന്നെ, അങ്ങനെ ദാരിദ്ര്യരേഖ പിന്നെയും താഴോട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. The poet describes haunting scenes, children being sold, women forced into brothels, and hungry crowds waiting for charity food. പിന്നീട് പോയിട്ട് കുറേ നമ്മളെ ഭയാനകമായിട്ടുള്ള കുറേ രംഗങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. കുട്ടികളെ ചന്തയിൽ വിൽക്കുന്നത്, സ്ത്രീകളൊക്കെ ബ്രോത്തൽസിലേക്ക്, വേശ്യാലയത്തിലേക്ക് തള്ളിവിടുന്നത്, അതുപോലെ ഹംഗ്രി ക്രൗഡ്സ്, വിശപ്പിൻ്റെ വില അറിയുന്ന ഒരുപാട് ജനങ്ങൾ ചാരിറ്റി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഈവൻ എവരിഡേ ഒബ്ജക്ട്സ് ലൈക്ക് യൂട്ടൻസിൽസ് ആൻഡ് ക്രംബ്ലിംഗ് ഹാർട്ട്സ് ബിക്കം സിംബിൾസ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് സർവൈവൽ. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള വസ്തുക്കളായിട്ടുള്ള പാത്രങ്ങളും ഒടിഞ്ഞു വീഴാറായിട്ടുള്ള കുടിലുകളും, ഇതൊക്കെ ഒരു ഹോപ്പ്ലെസ്നെസ്, ഒരു നിസ്സഹായാവസ്ഥയുടെ സർവൈവലിൻ്റെ, അതിജീവനത്തിൻ്റെ ഒക്കെ സിമ്പിളായിട്ടാണ് അതിൽ വരുന്നത്. Thus harshly criticizes the hypocrisy of politicians, planners and the media who shed crocodile tears and offer false assurance through press statements and statistics while the real suffering continues. പിന്നീട് നമ്മുടെ കവി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റീഷ്യൻസിനെയും പ്ലാനേഴ്സിനെയും മീഡിയനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ മുതലക്കണ്ണീര് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പട്ടിണി പാവങ്ങൾക്ക് മുമ്പിൽ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ആക്ഷനിൽ, പ്രവൃത്തിയിൽ വരുന്നില്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ സഫറിങ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് സൊസൈറ്റീസ് മോറൽ വീക്ക്നെസ്. പീപ്പിൾ ഷോ ടെമ്പററി സിമ്പതി അറ്റ് കോൺഫറൻസസ് ബട്ട് ഫെയിൽ ടു ടേക്ക് ലാസ്റ്റിംഗ് ആക്ഷൻ. അതായത് അവിടുത്തെ വലിയ വലിയ ആൾക്കാർ, അതായത് പൊളിറ്റീഷ്യൻസും പ്ലാനേഴ്സും മീഡിയാസും ഒഫീഷ്യൽസൊക്കെ അവരുടെ സമ്മേളനങ്ങളിലൊക്കെ നല്ല സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് മുമ്പിൽ സിമ്പതി അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല. In the final stanzas, the poet reminds readers that Kalhandi is not far from them. Kalhandi lives within our own moral failures and indifference. അതിൻ്റെ ഫൈനൽ സ്റ്റാൻസയിൽ നമ്മുടെ കവി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. കാൽഹണ്ടി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ദൂരെയല്ല, നമ്മളുടെ അടുത്ത് തന്നെയാണ്, നമ്മളിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ധാർമ്മികക്കെതിരെ നമ്മൾ മുഖം തിരിക്കുന്ന സമയത്ത് അവിടേക്ക് കാൽഹണ്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. The poem ends with a haunting question: how can humanity enter the celebrated portals of the 21st century while leaving Kalhandi behind? ഈ പോയം എൻഡ് ചെയ്യുന്നത് നമ്മളെ വേട്ടയാടുന്ന ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു 21st സെഞ്ച്വറി നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുക, നമ്മുടെ പിറകിൽ കാൽഹാണ്ടീനെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുക. കാൽഹാണ്ടി ഈസ് ബോത്ത് സോഷ്യൽ പ്രൊട്ടസ്റ്റ് ആൻഡ് എ മോറൽ മിറർ. കാൽഹാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത ഒരു സാമൂഹികമായിട്ട് ഉള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. Jagannath Prasad thus exposes the ethical contradiction of modern progress that ignores hunger, reminding us that true development must include compassion and justice for the marginalized. അപ്പം നമ്മുടെ കവി ഇതിൽ തുറന്നു കാണിക്കുന്നത്, അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മോഡേൺ പ്രോഗ്രസ്, ഒരുപാട് പുരോഗതി ഉണ്ട്, പക്ഷേ ഇപ്പോഴും പുരോഗതി ഉണ്ടെങ്കിലും ഇപ്പോഴും ദരിദ്രരേഖ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദാരിദ്ര്യരേഖനെ നമുക്ക് എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യാൻ കഴിയുക, അതായത് ഹങ്കർ, പട്ടിണി, വിശപ്പ്, പോവർട്ടി, ഇതിനൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ.